വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോഴഞ്ചേരിയിലെ നാരങ്ങാനം എന്നുള്ള സ്ഥലത്താണ്. 9 സെന്റിൽ 1850 സ്ക്വയർ ഫീറ്റിലെ സ്ട്രക്ചറും ഫർണിഷിങ്ങും ലാൻഡ്സ്കേപ്പിംഗും എല്ലാം സഹിതം ഏകദേശം 60 ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ വ്യത്യസ്തമായിട്ടൊരു വീട്. അപ്പോൾ ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ 9 സെന്റ് സ്ഥലം പരമാവധി വിനിയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. റോഡിൽ നിന്നും അല്പം ഉയർന്നു കിടക്കുന്ന പ്ലോട്ടാണ്. ഈ ഒരു ഡ്രൈവേയിൽ കടപ്പ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ ആണ് മിക്സ് ചെയ്താണ് വിരിച്ചിട്ടുള്ളത്. ഒരു ട്രോപ്പിക്കൽ മോഡേൺ ശൈലിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. 2 തട്ടുകളായിട്ട് GI ട്രസ് ചെയ്ത് ഓട് വിരിച്ച മേൽക്കൂരയാണ് വീടിൻ്റെ പുറം കാഴ്ചയ്ക്ക് ഭംഗിയേകുന്നത്. പിന്നെയും നിരവധി ഘടകങ്ങളുണ്ട്. ഹൈലൈറ്റ് ചെയ്ത ഭിത്തികളുണ്ട്, ക്ലാഡിംഗ് വോളുകളുണ്ട്, ഫിക്സഡ് വിൻഡോസ് ഉണ്ട്, സ്ലൈഡിംഗ് വിൻഡോസ് ഉണ്ട്, ഒരു അപ്പർ ബാൽക്കണി ഉണ്ട്. ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നാണ് വീടിൻ്റെ പുറം കാഴ്ചയ്ക്ക് ഭംഗിയേകുന്നത്. അപ്പം മറ്റു വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാഴ്ച ഇവിടെയുണ്ട്. വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ്. പൊതുവെ മറ്റു വീടുകളിലൊക്കെ ഇത്തരം സ്പേസുകൾ ഗ്രില്ലിട്ട് ക്ലോസ്ഡ് ആക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ ഒരു പ്രകൃതിയിലേക്ക് തുറന്ന ഒരു സിറ്റിംഗ് സ്പേസ് പോലെ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ചിലവഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്പേസ് ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഫൈക്കസ് പ്ലാന്റ് ആണ്. ഈ ഒരു ഫൈക്കസിൽ കിളി വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ GI ട്രസ് ചെയ്ത് ഓട് വിരിച്ച ഒരു കാർ പോർച്ചാണ്. അതിനകത്തെ ഒരു കൗതുകം എന്ന് പറയുന്നത് ഇതിനകത്തെ കുറച്ച് ഭാഗം ഈ ചുറ്റുമതിൽ ഉയർത്തിക്കെട്ടി അതിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം നോട്ടം പതിയുന്നത് ഇതിലേക്കാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലൊക്കെ തോന്നും. പക്ഷേ അതല്ല, ഇതൊരു ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹാങ്ങിങ് വോൾ ഡെക്കറാണ്. അപ്പോൾ കാർ പോർച്ചിനോട് ചേർന്ന് 2 സ്റ്റെപ്പ് ഉയർത്തിയാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് സ്പേസ് വരുന്നത്. ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് നിലത്ത് വിരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഊഞ്ഞാലും നൽകിയിട്ടുണ്ട്. നിലവിൽ അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലവഴിക്കാനായിട്ട് കൂടുതൽ ഓപ്പൺ സ്പേസുകൾ ഈ വീട്ടിൽ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിറ്റ് ഔട്ടിൽ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്, ഔട്ടർ കോർട്ട്യാർഡിൽ ഇരിക്കാനുള്ള സ്പേസുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ദീർഘവർഷങ്ങളായിട്ട് വീടുകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ പുതിയ കാല വീടുകളിലുള്ള മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിക്കാറുണ്ട്. ഇപ്പം പൊതുവെ കേരളത്തിലെ പുതിയ തലമുറ ഗൾഫിനോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറുന്ന ഒരു സമയമാണ്. ഈ വീട്ടിലും മക്കൾ 2 പേരും യൂറോപ്യൻ രാജ്യങ്ങളാണ്. അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഇവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ മാത്രമേ ഈ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ പല വീടുകളിലും ലിവിങ് തന്നെ 2ആയിട്ട് ഒരുക്കുമായിരുന്നു. അത് ഫോർമൽ ലിവിങ്, ഫാമിലി ലിവിങ്. ഇത് കൂടാതെ ഒരു അപ്പർ ലിവിങ് ഉണ്ടാവും, ബാൽക്കണികൾ ഉണ്ടാവും. എന്നാൽ അതെല്ലാം ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ഒറ്റ ലിവിങ്ങേ നൽകിയിട്ടുള്ളൂ, അപ്പർ ലിവിങ് നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ കോമൺ ബാൽക്കണികൾ നൽകിയിട്ടില്ല. ഈ സ്പേസുകളൊന്നും അധികം ആരും ഉപയോഗിക്കാതെ അടഞ്ഞു കിടക്കുന്ന മുൻ അനുഭവങ്ങളിൽ നിന്നാണ് ഈ ഒരു നവീകരണം പുതിയ കാല വീടുകളിൽ വന്നിട്ടുള്ളത്. അത് ശുഭകരമായിട്ടൊരു കാര്യം തന്നെയാണ്. അപ്പം തേക്കിൽ ഒരുക്കിയ മനോഹരമായിട്ടൊരു വാതിൽ, അതിലൊരു കസ്റ്റം ഹാൻഡിലൊക്കെ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക്. പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്ന ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്കാണ്. കസ്റ്റമൈസ് ചെയ്ത മനോഹരമായിട്ടുള്ള ഫർണിച്ചറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സീലിങ്ങിലാണ്. കണ്ടു കഴിഞ്ഞാൽ തടിയുടെ പാനലിംഗ് ചെയ്ത സീലിംഗ് ആണെന്ന് തോന്നും. പക്ഷേ ഇത് ജിപ്സം സീലിംഗ് ആണ്. അതിൽ തടിയുടെ ഫിനിഷുള്ള പെയിൻറ്റിങ് നൽകിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് ഇവിടെ തന്നെ TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. പൊതുവേ TV യൂണിറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ പാനലിംഗ് നൽകി ഭിത്തി TV യൂണിറ്റാക്കി മാറ്റാറാണ് പതിവ്. എന്നാൽ ഇവിടെ ചെറിയൊരു സ്പേസിൽ TV പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലായിട്ട് ഒരു ഗ്രീൻ കോർട്ട്യാർഡ് പോലെ നൽകിയിട്ടുണ്ട്. അവിടെ ഇൻഡോർ പ്ലാന്റുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു ഭിത്തി ടെക്സ്ചർ പെയിൻറ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ജാഡി വർക്കുകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളൊന്ന് പറയാം. കാർ പോർച്ച്, ചെറിയൊരു സിറ്റ് ഔട്ട്, താഴെ ഒരു ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ. താഴെ ഒരു കിടപ്പുമുറിയാണുള്ളത്. മുകളിൽ 2 കിടപ്പുമുറികളും, അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു ബാൽക്കണി. ഇത്രയുമാണ് ഏകദേശം 1850 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ലിവിങ്ങിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഹൃദയഭാഗത്തേക്കാണ്. ഈ ഒരു ഡൈനിങ് ഹാളാണ് വീട്ടിലെ ഏറ്റവും സജീവമായിട്ടുള്ള ഇടം. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. 2 നിലകളും തമ്മിലുള്ള ഒരു കണക്ഷൻ സ്പേസ് കൂടിയാണ്. പഴയ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡൈനിങ് ടേബിൾ റീഫർബിഷ് ചെയ്ത് പുനരുപയോഗിച്ചിരിക്കുകയാണ്. ഇവിടേക്ക് വരുമ്പോൾ ഉള്ളൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭിത്തിയിൽ ഡബിൾ ഹൈറ്റിൽ നൽകിയിരിക്കുന്ന ഒരു ക്ലാഡിംഗ് വർക്കാണ്. പുതിയ കാല വീടുകളിലെ ഒരു സജീവ സാന്നിധ്യമാണ് UPVC സ്ലൈഡിംഗ് വിൻഡോസ്. അപ്പോൾ ഈ കാറ്റും വെളിച്ചവും സമൃദ്ധമായിട്ട് ലഭിക്കും വിധമാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഡൈനിങ്ങിന് അനുബന്ധമായിട്ട് ഒരു ഫുൾ ലെങ്ത് സ്ലൈഡിംഗ് UPVC ഗ്ലാസ് വിൻഡോസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ കാറ്റും വെളിച്ചവും സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ ലഭിക്കുന്ന വിധമാണ് ക്രമീകരണം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫൈക്കസ് ചെടിയും അതിലെ കിളിക്കൂടും ഒക്കെ കാണാം. വൈകുന്നേരങ്ങളിൽ ഇരുന്ന് വിശ്രമിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് കൂടിയാണ്. എൻ്റെ പേര് ജോൺ മാത്യു, എൻ്റെ വൈഫിൻ്റെ പേര് ലിജി ജോൺ. 2 മക്കൾ, മോൻ UK ജോലി ചെയ്യുന്നു, മോള് ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു.
എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ ഭവനം നിർമ്മിച്ചത്. ഡിസൈൻ ചെയ്തൊക്കെ എഞ്ചിനീയറുമായിട്ടൊക്കെ ആലോചിച്ച് വേണ്ട രീതിയിലൊക്കെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, നല്ല രീതിയിലൊരു ഭവനം ചെയ്തെടുക്കാൻ പറ്റിയുണ്ട്. സന്തോഷമായിട്ട് കഴിയുന്നു ദൈവകൃപയാൽ. അപ്പം പരിപാലന സൗകര്യമുള്ള കയ്യൊതുക്കമുള്ള കൊച്ചു കിച്ചണുകളാണ് ഇപ്പം കേരളത്തിലെ പുതിയ ട്രെൻഡ്. ഇവിടെയും ആ ഒരു രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൈനിങ്ങിലേക്ക് തുറന്ന ഒരു ഓപ്പൺ കിച്ചൺ, ഈ ഒരു എൻട്രി പോയിന്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്, അതിൽ 2 ചെയറുകൾ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പം ഒരു ഗ്രീൻ വുഡ് കളർ തീമിലാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. നാനോ വൈറ്റ് ആണ് കൗണ്ടറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മൾട്ടിവുഡിൽ ധാരാളം സ്റ്റോറേജ് സ്പേസുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. പാചകം കൂടുതൽ സുഗമമാക്കാൻ ഫ്രിഡ്ജ്, സ്റ്റൗവ്, സിങ്ക് ഇത് 3ഉം തമ്മിൽ ഒരു വർക്ക് ട്രയാങ്കിൾ വരുന്ന രീതിയിലാണ് കിച്ചൺ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യത്തക്ക രീതിയിലാണ് കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണ് കുറഞ്ഞ സ്പേസിൽ തന്നെ ഈ കിച്ചൺ ഇങ്ങനെ മനോഹരമാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രധാന കിച്ചൺ ഉണ്ടെങ്കിലും പ്രധാന പാചക പരിപാടികളൊക്കെ വർക്ക് ഏരിയയിലായിരിക്കും. ഇതിന് അനുബന്ധമായിട്ട് ഒരു വർക്കിംഗ് കിച്ചണും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ താഴെ ഒരു ബെഡ്റൂം മാത്രമാണുള്ളത്. കൺസീൽഡ് സ്റ്റോറേജ് കൂടിയുള്ള കട്ടിലാണ് നൽകിയിട്ടുള്ളത്. പലപ്പോഴും ഹെഡ് സൈഡ് വോളുകൾ എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇവിടേക്ക് വരുമ്പം അവരുടെ കുടുംബജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം ഫോട്ടോ ഫ്രെയിം ആക്കി ഇവിടെ നൽകിയിരിക്കുകയാണ്. മുകളിൽ ഫ്ലൂട്ടഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട്. അവിടെയാണ് AC ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അവിടേക്ക് മാറി ഒരു വാർഡ്രോബ് യൂണിറ്റും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നു. അപ്പോൾ വീട്ടിലെ ഏറ്റവും കൗതുകമുള്ളൊരു സ്പേസ് ആണ് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗം. പലതരത്തിലുള്ള വാഷ് ഏരിയ യൂണിറ്റുകൾ നമ്മൾ നമ്മുടെ ഷോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ആ ഒരു സ്റ്റെയറിനോടനുബന്ധമായിട്ട് തന്നെ വാഷ് യൂണിറ്റ് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭിത്തി ഫ്ലൂട്ടഡ് പാനലിംഗ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സ്റ്റെയർ കയറുന്ന ആദ്യത്തെ ഒരു ലാൻഡിങ്ങിൽ ഒരു ഫുൾ ലെങ്ത് ജാളി ബോൾ നൽകിയിട്ടുണ്ട്. സാധാരണ ഇത്രയും ഉയരത്തിൽ ജാളി ബോളുകളൊക്കെ വെക്കാൻ ആൾക്കാർക്ക് പലപ്പോഴും ഒരു ഭയം തോന്നാറുണ്ട്. എന്നാൽ ഇവിടെ ഓരോ ലെയറും മെറ്റൽ സ്ട്രക്ചർ ചെയ്തതിന് ശേഷം ജാളികൾ അതിൽ വെൽഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിൽ ത്രൂ ഔട്ട് ടഫൻഡ് ഗ്ലാസും നൽകിയിട്ടുണ്ട്. അപ്പം നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് ഇതിലേക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം. അപ്പോൾ മെറ്റൽ സ്ട്രക്ചറിൽ തേക്കിൻ്റെ പ്ലാങ്ക്സ് വിരിച്ചാണ് സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത്. ഈ ആദ്യത്തെ ലാൻഡിങ് ഒരു ഫോട്ടോ വോളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയർ കയറി എത്തുമ്പം ഡബിൾ ഹൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു ജാളിയുടെയും ഫ്ലൂട്ടഡ് പാനലിങ്ങിൻ്റെ ഒരു കോമ്പിനേഷനാണ് പ്രധാന ഹൈലൈറ്റ്. സ്റ്റെയർ കയറി എത്തുന്നത് ഒരു ബ്രിഡ്ജ് പോലത്തെ സ്പേസിലാണ്. 2 സ്പേസുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരിടം കൂടെയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ഡൈനിങ് ഹാളിൻ്റെ ഭംഗി ആസ്വദിക്കാം. മുകളിൽ 2 ബെഡ്റൂംസും ഒരു ഓപ്പൺ സ്പേസുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് മുകളിലെ ഒരു ബെഡ്റൂമാണ്. ഇതിനനുബന്ധമായിട്ടാണ് ബാൽക്കണി നൽകിയിട്ടുള്ളത്. ഹെഡ് സൈഡിൽ ഒരു അപ്പോൾസ്ട്രി പാനലിംഗ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഹെഡ് സൈഡ് വോള് ഫുള്ള് വാൾപേപ്പർ ഒട്ടിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് ചെറിയൊരു ഡ്രസ്സിംഗ് സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. അപ്പം സ്ലൈഡിംഗ് UPVC ഡോറ് തുറന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് കടക്കുന്നത്. നമ്മൾ ഹോം ടൂർ ചെയ്യുന്ന പല വീടുകളിലുമൊക്കെ കോമൺ ബാൽക്കണികൾ നൽകാറുണ്ട്. എന്നാൽ പലപ്പോഴും പ്രായമായിട്ടുള്ള പേരൻസ് ഒന്നും ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി ആ സ്പേസ് ഒന്നും ഉപയോഗിക്കാൻ സാധ്യത ഭയങ്കര കുറവാണ്. അവിടെ തന്നെ ഭൂരിഭാഗം സമയം അത് അടഞ്ഞ് കടന്ന് പൊടി പിടിച്ച് കിടക്കുകയായിരിക്കും പതിവ്. അത്രയും സ്ക്വയർ ഫീറ്റ് ശരിക്കും നഷ്ടം. അതിനുവേണ്ടി മുടക്കിയ പണവും പലപ്പോഴും നഷ്ടമാണ്. എന്നാൽ കാലത്തിനനുസരിച്ച് ആ ഒരു ബാൽക്കണിയെ ഒന്ന് മാറ്റി പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഈ വീട്ടിൽ. ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. അതായത് മുകളിലെ ബെഡ്റൂമിന് അനുബന്ധമായിട്ട് ഒരു നീളൻ ബാൽക്കണി നൽകി. അപ്പോൾ എലിവേഷൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിലും ഈ ഒരു ബാൽക്കണി ഒരു പ്രധാന ഘടകമാണ്. മുകളിലെ ബെഡ്റൂം ഉപയോഗിക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ബാൽക്കണി കൂടുതലായിട്ട് ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ ചിലവഴിക്കാൻ നല്ലൊരു സ്പേസ് ആണ്. അപ്പം ഇത് മുകൾ നിലയിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇവിടേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഫ്ലോറിംഗ് ആണ്. ഒരു വുഡൻ ഫിനിഷ്ഡുള്ള ടൈൽസ് ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. ഹെഡ് സൈഡ് വോളിൽ മറ്റും ബെഡ്റൂമിലുള്ള പോലെ തന്നെ ഫുൾ ലെങ്ത് വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. വാർഡ്രോബ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. അപ്പോൾ മലയാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വീടുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ച ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.